പലവിധ ആവശ്യങ്ങളുമായി എത്തുന്ന പൊതുജനങ്ങൾക്ക് വ്യക്തവും സുതാര്യവുമായ സേവനം നടപ്പിലാക്കേണ്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് തന്റെ കർത്തവ്യം മറന്നുകൊണ്ട് പെരുമാറവേ കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ പിടിയിലാകുന്നത്. നെയ്യാറ്റിൻകര കാരോട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സന്ദീപാണ് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസിന്റെ പിടിയിലായത്. സമീപത്ത് നാട്ടുകാർ ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന്റെ 3ാം ഘടുവിന്റെ രൂപയ്ക്കായി അപേക്ഷ നൽകിയപ്പോഴാണ് ഓഫീസർ സന്ദീപ് 2500 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇതോടെ പരാതിക്കാരന്റെ കയ്യിൽ നിന്നും മുൻപും 1ാം ഘട്ടവും 2ാം ഘട്ടവും നൽകിയപ്പോഴും കൈക്കൂലി ഇയാൾ വാങ്ങിയിരുന്നതായും പരാതി ഉന്നയിക്കുന്നുണ്ട്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോഴാണ് പരാതിക്കാരൻ തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 വിവരമറിയിച്ചത്. തുടർന്ന് ഡിവൈഎസ്പി ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരാതിക്കാരന് ഫിനോദലിൻ പുരട്ടിയ 2500 രൂപ കൈമാറി. ഈ പണവുമായാണ് സന്ദീപിനെ പിടികൂടിയത്. 2016-17 കാലയളവുകളിൽ കൊല്ലത്ത് നിന്നും സമാന കേസുകളിലും സന്ദീപിനെ വിജിലൻസ് പിടികൂടിയിരുന്നു. വിസ്മയ ന്യൂസ്, നെയ്യാറ്റിൻകര.